ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലെയായി 4.5 സെൻറ്റ് സ്ഥലവും 2200 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമിൻ്റെ ഒരു ലക്ഷറി ആയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമുക്കിവിടെ റോഡിൻ്റെ ഇത് നോക്കാം. 5 മീറ്റർ ആയിട്ടുള്ള നല്ല പഞ്ചായത്തിൻ്റെ 6 മീറ്റർ ആയിട്ടുള്ള പഞ്ചായത്ത് റോഡിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് 5 മീറ്റർ ആയിട്ടുള്ള ഇന്റർണൽ റോഡാണ്. നമുക്കിവിടെ അത് കട്ടകൾ ഒക്കെ വിരിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഗേറ്റ് ഇവിടെ വരുന്നത് ഒരു ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ വരുന്നത്. അത് CNC കട്ടങ്ങളൊക്കെ ചെയ്ത് നല്ല ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് 2 വണ്ടികൾ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ്, 2-3 വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. കവേഡ് ആയിട്ടുള്ള വലിയൊരു വാഹനം, SUV പോലുള്ള മനോഹരമായ വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള കവേഡ് ആയിട്ടുള്ള കാർ പോർച്ച് ഇവിടെയും. കൂടാതെ നമുക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഒരു 1-2 വാഹനം കൂടി സുഖമായി അവിടെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ വെള്ളത്തിനായി വരുന്നത് ജലലഭ്യതയുള്ള ഒരു കിണറാണ്. അത് വടക്കിഴക്ക് മുകളിലേക്ക് മാറ്റി ഇവിടെ കിണറിനുള്ള സൗകര്യം ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് നല്ല ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. അത് നല്ല വിഡ്ത്തിലാണ് ഇവിടെ സിറ്റ് ഔട്ടിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഡോറ് വരുന്നത് ഒറ്റ പാളിയിൽ തീർത്ത ഒരു ഡോറാണ് വരുന്നത്. അത് നല്ല ഡിസൈനിലൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ലിവിങ് സ്പേസാണ് വരുന്നത്. നല്ല വിഡ്ത്തിലും ലെങ്ത്തിലൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ നമുക്ക് നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ലിവിങ് സ്പേസിനെ മനോഹരമാക്കുന്നതിന് വേണ്ടി അതും ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 8-10 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ്. കിച്ചണിൽ നല്ല ലെങ്ത്തിലാണ് കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് മുകളിലും താഴെയുമായിട്ട് 3 സ്റ്റെപ്പുകളായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ ലഭ്യമാക്കിയിരിക്കുന്നു. കൂടാതെ നമുക്ക് മുകളിൽ നല്ല ഫാൽസിലും വർക്കുകളും ഈ കിച്ചണിലും ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ കവേഡ് ചെയ്ത് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ വർക്ക് ഏരിയ വരുന്നത് ഷീറ്റ് ആണ് വർക്ക് ഏരിയക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയും നല്ല സിങ്കും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഈ ബെഡ്റൂം 2 ബെഡ്റൂമാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല കബോർഡ് വർക്കുകളും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിന് ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. റൂമിന് സൈഡിലേക്ക് മാറി നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി നമുക്ക് ഈ റൂമിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത് നല്ല ഫിറ്റിങ്സൊക്കെ നല്ല ജാഗ്വാറിൻ്റെ ഒക്കെ ഫിറ്റിങ്സാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് വാഷ് ബേസിനൊക്കെ സെരയുടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെയാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്, ഈ ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് കബോർഡ് വർക്കുകൾ സൈഡിലേക്ക് മാറ്റി നല്ല ഭംഗിയാക്കി നല്ല കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ഫാൾസിലും വർക്കുകളും നമുക്കിവിടെ ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമുക്ക് വരുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫിറ്റിങ്സൊക്കെ വരുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ്. ഷവറിനൊക്കെ
ഫിറ്റിങ്സ് ആയിട്ട് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി സെറയുടെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റെപ്പുകൾ നമുക്കിവിടെ നൽകിയിരിക്കുന്നത് നല്ല ഗ്രാനൈറ്റും ടൈലും ഒക്കെ മിക്സ് ആയിട്ടാണ് ഇവിടെ ഗ്രാനൈറ്റിൻ്റെ സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റും ടൈലുകളാണ് മിക്സ് ആക്കി ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിലുകളും നല്ല സ്ക്വയർ ട്യൂബിലും നല്ല രീതിയിൽ ഇവിടെ ഹാൻഡ് റെയിലുകളും നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിങ് ഏരിയയിൽ നല്ല ഒരു ടി വി യൂണിറ്റുള്ള പോർഷൻ കൂടി അപ്പർ ലിവിങ് ഏരിയയിൽ മുകളിലും നല്ല ടി വി യൂണിറ്റിലുള്ള പോർഷൻ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. ടി വി യൂണിറ്റിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ ഇവിടെയും ലഭ്യമാണ്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും ഒക്കെ ഈ അപ്പർ ലിവിങ് ഏരിയയിലും ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ അപ്പർ ലിവിങ് ഏരിയയിൽ ഭംഗിയാക്കുന്നതിനായിട്ട് ഹാങ്ങിങ് ലൈറ്റുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ വീടിന് മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. മുകളിൽ നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് മുകളിലും നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ ലഭ്യമാണ്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത് ഫിറ്റിങ്സൊക്കെ ജാഗ്വാറും സൈഡിലൊക്കെ ഫിറ്റിങ്സാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് കൂടാതെ സൈഡിലേക്ക് മാറ്റി ഒരു വാഷ് ബേസിനും കൂടി ഈ ബാത്റൂമിനായി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലുള്ള നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല കബോർഡ് വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഫാൾസിലും വർക്കുകളൊക്കെ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂമിൻ്റെ ടൈലുകളൊക്കെ കണ്ടറിയാൻ നല്ല മനോഹരമായ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒരു വാഷ് ബേസിൻ കൂടി ബാത്റൂമിൽ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ കവേർഡ് ആയിട്ടാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് അവിടെ സൈഡിലേക്ക് മാറ്റിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ല ഭംഗിയായിട്ടാണ് ബാൽക്കണി സ്പേസ് നല്ല വിഡ്ത്തിൽ ലെങ്ത്തിലൊക്കെയാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയും നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബാൽക്കണിക്കും നൽകിയിരിക്കുന്നു. ബസ് റൂട്ടിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയായി വരുന്ന 4.5 സെൻറ്റ് സ്ഥലവും 2200 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 93 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടി ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്.